ടി പുരുഷോത്തം എന്ന് പറഞ്ഞാൽ ഇത്രയും വലിയ കഴിവുള്ള ആളാണെന്ന് എനിക്ക് ബോധ്യപ്പെട്ടില്ല ഇതുവരെ. കാരണം ടി പുരുഷോത്തമന് ഇങ്ങനെ ഒരു പാർട്ടിനെ തകർക്കാൻ, LDFനെ തകർക്കാനൊക്കെ പറ്റുന്ന ഒരാളാണെങ്കിൽ അതൊരു ഭയങ്കരമായ വിലയിരുത്തലാണ്. കാരണം അതെന്തോ ഒരു സ്വഭാവമുള്ള ആളങ്ങനെ പറയില്ല. ഏതെങ്കിലും ഒരു വ്യക്തി വിചാരിച്ചാൽ ഒരു പ്രസ്ഥാനത്തിന് അങ്ങനെ ഇല്ലാതാക്കാൻ പറ്റൂല. പിന്നെ പയ്യന്നൂർ CPMനെ തകർക്കാൻ എൻ്റെ ഒരു ജീവിത ലക്ഷ്യമെന്നാണ് മധു ഇന്നലെ പറഞ്ഞത്. അപ്പോൾ അങ്ങനെ ഒരു ജീവിത ലക്ഷ്യം എനിക്കുണ്ടായിട്ട് കാര്യമില്ല എന്നില്ല എൻ്റെ ഒരു അഭിപ്രായം. കാരണം എന്ന് പറഞ്ഞാൽ ഈ CPMനെ തകർക്കുന്നത് അവർ തന്നെയാണ്. CPM ഇപ്പോൾ തകർന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്വം മധുവിനും ബാക്കിയുള്ളവർക്കുമാണ്. പിന്നെ എനിക്ക് വലിയ പട്ടങ്ങളൊക്കെ ചാർജ് തന്നിട്ടുണ്ട്. ആ പട്ടങ്ങൾ എന്താണെന്ന് പറഞ്ഞാൽ ഞാൻ വിശ്വഗുരു എന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ നല്ല തന്നെയാണത്. കാരണം വിശ്വഗുരു ആവാൻ പറ്റുന്ന ഒരാളെന്നൊക്കെ പറഞ്ഞാൽ ചെറിയ ആളായിരിക്കുമല്ലോ. അപ്പോൾ അങ്ങനെ ഈ തോറ്റ MLA അങ്ങനെ എന്നെ പറയുന്നതെങ്കിൽ വളരെ നല്ലതല്ലേ, നല്ലതാണത്. അപ്പോൾ അത് വലിയൊരു അഭിനന്ദനമാണ്. കാരണം ഇപ്പോൾ ഈ കാലത്താണ് ഈ വിശ്വഗുരു എന്നുള്ള പ്രയോഗം വന്നത്. നേരത്തെ എന്നെക്കുറിച്ച് പറഞ്ഞാൽ ഞാൻ ചെമ്മീൻ ഗാന്ധി എന്നാണ്. ചെമ്മീൻ ഗാന്ധി എന്നാണ് ഹക്കീമിൻ്റെ സമരം നടക്കുന്ന സമയത്ത് ചെമ്മീൻ ഗാന്ധി എന്നാണ് പറഞ്ഞത്. അതിനുശേഷം ഒരു ദിവസം മലയാള മനോരമേൻ്റെ മുമ്പിലൊരു പ്രക്ഷോഭം ഉണ്ടായിരുന്നു ഇവരുടെ. എന്ന് പറഞ്ഞാൽ പയ്യന്നൂരിലെ റിയൽ എസ്റ്റേറ്റുകാർക്കെതിരായിട്ട് മനോരമ ഒരു വാർത്ത എഴുതി. ആ മനോരമ വാർത്ത എഴുതിയപ്പോൾ ആ വാർത്തയിൽ പ്രതിഷേധിക്കാൻ വേണ്ടി ഇവർ മാർച്ചും ആളുകളെ ബഹളമൊക്കെ ഉണ്ടാക്കിയിരുന്നു. അന്നത്തെ പാർട്ടി സെക്രട്ടറിയും പിന്നീട് MLA ആയിക്കഴിഞ്ഞ മധുവാണ് അതിൻ്റെ നേതൃത്വം. അന്ന് മധു പ്രസംഗിച്ച് എന്താണെന്ന് പറഞ്ഞാൽ ഒരപ്പനും കുറേ നായികളും ഗാന്ധി പാർക്കിൽ കിടക്കുന്നുണ്ട്. അപ്പോൾ അന്ന് ഞാൻ എരപ്പനായിരുന്നു. പിന്നീട് ഞാൻ ഈ പറയുന്ന ചെമ്മീൻ ഗാന്ധിയായി. ഇപ്പോൾ ഞാൻ വിശ്വഗുരുവായി. പിന്നെ അതിൻ്റെ ഒരു മാസ്റ്റർ ഡ്രൈവിംഗ് എന്ന് പറയുന്നത് പി കുഞ്ഞിഷബിൻ്റെ മാസ്റ്റർ ഡ്രൈവിംഗ് എന്ന് പറയുന്നത് പുരുഷോത്തമൻ്റെ എന്നാണ് പറയുന്നത്. വിലയിരുത്തൽ മോശമൊന്നുമല്ല, നന്നായിട്ടുണ്ടെന്നാണ് എൻ്റെ അഭിപ്രായം.